Hello everyone, welcome back to another session on phonetics. Today we are going to discuss juncture and assimilation. Juncture and assimilation ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Actually these are the important features of sound system of language. Phoneticsൽ important ആയിട്ട് വരുന്ന പാർട്ടാണ് juncture and assimilation. This comes under suprasegmental features. Okay, so let's discuss what juncture and assimilation are. So what is juncture? Actually, juncture is the term refers to the relationship between one sound and the sounds that immediately precede and follow it. അതായത് ഒരു സൗണ്ടോ അതിന് ശേഷം വരുന്നതോ അല്ലെങ്കിൽ മുന്നിൽ വരുന്നതോ ആയിട്ടുള്ള സൗണ്ടുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ജങ്ക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫൺ ദ പോസ് ദാറ്റ് വി മേക്ക് ദാറ്റ് ഗിവ്സ് മീനിങ് ഓഫ് സർട്ടൻ വേർഡ്സ്. അതായത് നമ്മൾ ഒരു വേർഡിൻ്റെ എവിടെ പോസ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അതിൻ്റെ മീനിങ് പലപ്പോഴും കിട്ടുന്നത്. ഓക്കെ, അതായത് രണ്ട് വേർഡ്സിനിടയിൽ നമ്മൾ എവിടെ പോസ് കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, for example, if you look at the example, you can understand the concept. Juncture becomes significant in determining the meaning of a phonemic sequence like peace talks. Okay, if you look at the phonemic sequence, അതായത് phonetic transcription നോക്കുകയാണെങ്കിൽ peace talks, okay, we can either read it as peace talks or peace talks. Okay, അതായത് ഈ രണ്ട് രീതിയിൽ നമുക്കിത് പ്രൊനൗൺസ് ചെയ്യാം. പീസ് ടോക്സ്, അതായത് എവിടെ പോസ് കൊടുക്കുന്നു, അതായത് പീസ് എന്ന് കഴിഞ്ഞിട്ട് പോസ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പീസ് ടോക്സ്. ഓക്കെ, പീസ് ടോക്സ്. ദെൻ ഇഫ് ഈ പോസ് ഹിയർ പി, ഇവിടെയാണ് പോസ് കൊടുക്കുന്നതെങ്കിൽ പി സ്റ്റോക്സ്. ഓക്കെ, ഇറ്റ് ക്യാൻ പ്രൊനൗൺസ് എയ്തർ, ഈ രണ്ട് രീതിയിലും പ്രൊനൗൺസ് ചെയ്യാം, അതായത് പി സ്റ്റോക്സ് ഓർ പീസ് ടോക്സ്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വേർ വി പോസ്, നമ്മൾ എവിടെ പോസ് ചെയ്യുന്നു എന്നുള്ള ഇതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മീനിങ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ട് വേർഡാണ്, രണ്ട് വേർഡ്സ് കൂടി ചേർന്നിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ എവിടെ പോസ് കൊടുക്കുന്നു അതിനനുസരിച്ചാണ് എന്ത് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ദിസ് സ്പെഷ്യാലിറ്റി ഓഫ് ദി സൗണ്ട് സിസ്റ്റം ഈസ് കോൾഡ് ജങ്ക്ചർ. So the sequence can mean peace talks or peace talks depending on where the word boundary falls. അതായത് വേർഡ് ബൗണ്ടറി എവിടെ വരുന്നു, എവിടെയാണ് നമ്മൾ പോസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് അതിൻ്റെ മീനിങ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പീസ് ടോക്സ് ആൻഡ് പീ സ്റ്റോക്സ്. അതുപോലെ ദർ ആർ അനദർ എക്സാമ്പിൾസ് ഹിയർ ഐസ്ക്രീം. ഓക്കെ, ഐസ്ക്രീം എന്ന് പറയുന്ന സമയത്ത് ഇഫ് ഈ പോസ് ഹിയർ, ഐ കഴിഞ്ഞിട്ടാണ് പോസ് ചെയ്യുന്നതെങ്കിൽ ഐ സ്ക്രീം എന്നുള്ള മീനിങ്ങും. ആൻഡ് ഇഫ് വി പോസ് ഹിയർ സ് കഴിഞ്ഞിട്ടാണ് പോസ് ചെയ്യുന്നതെങ്കിൽ ഐസ് ക്രീം. ഓക്കെ, സംതിങ് ദാറ്റ് വി ഈറ്റ്, അതർ വൺ ഐസ്ക്രീം, ഞാൻ കരഞ്ഞു എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഐ സ്ക്രീം ആൻഡ് ഐസ് ക്രീം. ഓക്കെ, അതുപോലെ നെയിം. ഓക്കെ, നെയിം എന്നുള്ളത് എ നെയിം എന്ന് പറയാം. അതുപോലെ എൻ എയിം ഒരു ലക്ഷ്യം എന്നുള്ളത് എൻ എയിം, ദെൻ എ നെയിം. ഓക്കെ, ഈ രീതിയിൽ പറയാം. അതുപോലെ പ്ലേ ട്രാക്ക്. ഓക്കെ, ഇറ്റ് ക്യാൻ എയ്തർ മീൻ പ്ലേ ട്രാക്ക്, പ്ലേ ദെൻ ട്രാക്ക്, ദെൻ പ്ലേറ്റ് റാക്ക്. ഓക്കെ, പ്ലേറ്റ്, if the pose is after to plate, then plate rack. Okay, so this is how it is understood. Okay, ഈ ഒരു ക്വാളിറ്റിയാണ് ജങ്ക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ബേസ്ഡ് ഓൺ ഹൗ വി പോസ് അല്ലെങ്കിൽ വേർ ദി വേർഡ് ബൗണ്ടറി ഫോൾസ്, രണ്ട് വേർഡ്സിൻ്റെയും ഇടയിലുള്ള വേർഡ് ബൗണ്ടറി എവിടെ വരുന്നു അതിനനുസരിച്ചാണ് എന്ത് അതിൻ്റെ മീനിങ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ക്വാളിറ്റി ഓഫ് phonetics or sound system is called juncture. And another important feature of sound system is assimilation. ഇതിൽ അസിമിലേഷൻ എന്നുള്ള വേർഡ് നമുക്കറിയാം, അത് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അസിമിലേഷൻ. ഓക്കെ, ആ വേർഡ് തന്നെ ഈ ഒരു മീനിങ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് അസിമിലേഷൻ? ദ ചേഞ്ച് ഓഫ് എ phoneme or allophone into another under the influence of a neighboring sound. അതായത് ഒരു വേർഡിൽ വരുന്ന ഒരു phoneme
മറ്റൊരു ഫോണീമിനെ തൊട്ടടുത്തുള്ള മറ്റൊരു ഫോണീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ കംസ് ചേഞ്ച് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി നൈബറിങ് സൗണ്ട്. ഇറ്റ് ക്യാൻ ബി എയ്തർ ദ വേർഡ് ദാറ്റ് പ്രിസീഡ്സ് ഓർ ഫോളോസ്. അതായത് ഒരു വേർഡിൻ്റെ ഒരു സൗണ്ടിൻ്റെ ശേഷം വരുന്നതോ അല്ലെങ്കിൽ അതിനെ പ്രിസീഡ് ചെയ്ത് വരുന്ന സൗണ്ടോ അതിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഈ ഒരു വേർഡിന് ഉണ്ടാകുന്ന മാറ്റത്തിനാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ക്വാളിറ്റി വരെ അസിമിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ക്വാളിറ്റി ഓഫ് ദി സൗണ്ട് സിസ്റ്റം ഈസ് കോൾഡ് അസിമിലേഷൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലുക്ക് അറ്റ് ദി വേർഡ് ന്യൂസ്, ന്യൂസ് എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ദെൻ പേപ്പർ, ന്യൂസ് ആൻഡ് പേപ്പർ, അത് രണ്ടും കൂടി വരുന്ന സമയത്ത് ന്യൂസ് പേപ്പർ. ഓക്കെ, ന്യൂസ് പേപ്പർ. ഓക്കെ, ഇവിടെ മാറ്റം വന്നിട്ടുള്ളത് ദിസ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു സ്. ഓക്കെ, അവിടെ എന്താണ് സ് കൂടി വരുന്ന സമയത്ത് സ് മാറിയിട്ട് ഇവിടെ സ് ആവുന്നുണ്ട്. ഓക്കെ, സ് ഈസ് ദി വോയിസ്ഡ് സൗണ്ട് ദാറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു വോയിസ്ലെസ് സ് ആയിട്ട് മാറുന്നുണ്ട് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി സൗണ്ട് ദാറ്റ് ഫോളോഡ്. അതായത് പ് എന്ന് പറയുന്ന വോയിസ്ലെസ് പ്ലസീവ് സൗണ്ട് അവിടെ വന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ആ വോയിസ്ലെസ് ക്വാളിറ്റി ഇവിടെയും കിട്ടുന്ന ഈ വോയിസ്ഡ് ആയിട്ടുള്ള സ് മാറിയിട്ട് വോയിസ്ലെസ് സ് ആയി മാറുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി നൈബറിങ് സൗണ്ട് പ്. ഓക്കെ, ആ പിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് കോൾഡ് അസിമിലേഷൻ. ഓക്കെ, ഈ ഒരു ക്വാളിറ്റിയാണ് നൈബറിങ് സൗണ്ട് അടുത്ത സൗണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്വാളിറ്റി. അതായത് ഇറ്റ് ക്യാൻ ബി എയ്തർ ദ സൗണ്ട് ദാറ്റ് പ്രൊസീഡ്സ് ഓർ ഫോളോസ്. ഓക്കെ, ഈ രണ്ട് ക്വാളിറ്റിക്കാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അത് നെയ്ബറിങ് സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി അസിമിലേറ്റ് ചെയ്യാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇറ്റ് ഈസ് അസിമിലേഷൻ. So generally assimilation is divided into two. They are progressive assimilation and regressive assimilation. Progressive and regressive ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് ഡിസ്കസ് ദി ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് പ്രോഗ്രസീവ് അസിമിലേഷൻ. ആ പ്രോഗ്രസീവ് മൂവ്മെൻ്റ് ആണ്. അതിൽ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും ആ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത് എന്താണ്, പ്രോഗ്രസീവ് ആയിട്ടാണ്. അതായത് ഒരു ഫോണീം നേരെ ഫോളോ ചെയ്തു വരുന്ന ഫോണീമിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഫോണീം അഫക്റ്റ് ദ ഫോണീം ഫോളോയിങ് ഇറ്റ് ഈസ് കോൾഡ് പ്രോഗ്രസീവ് അസിമിലേഷൻ. അതായത് ഒരു ഫോണീമിൻ്റെ ഫീച്ചേഴ്സ് അതിനെ നെക്സ്റ്റ് വരുന്ന ഫോളോ ചെയ്തു വരുന്ന ഫോണീമിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പ്രോഗ്രസീവ് അസിമിലേഷൻ. അതായത് ആ ഒരു ഫീച്ചർ അഫക്റ്റ് ചെയ്യുന്ന ഏത് ഫോണീമാണ് ആ ഫോണീമിൻ്റെ നേരെ മുന്നിൽ വരുന്ന ഫോണീമാണ് ഈ ഫോണീമിനെ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് പ്രോഗ്രസീവ് അസിമിലേഷൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലുക്ക് അറ്റ് the plural phoneme is manifested as s, z or is depending on whether the preceding sound is voiced or voiceless. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. പ്ലൂറൽ ഫോണീം നമുക്കറിയാം, അതായത് ഷൂ, ഷൂസ്. ഓക്കെ, എസ്സോ അല്ലെങ്കിൽ ഇ എസ്സോ വെച്ചിട്ടാണ് നമ്മൾ പ്ലൂറൽ ആക്കുന്നത്. ഓക്കെ, ബോയ്, ബോയ്സ്, ഗേൾ, ഗേൾസ്. ഓക്കെ, അതിനാണ് പ്ലൂറൽ ഫോണീം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാനിഫെസ്റ്റഡ് ആസ്. അത് ഓൺലി എസ് എന്നുള്ള സൗണ്ട്, അത് സ് എന്നുള്ള സൗണ്ട് മാത്രമല്ല വരുന്നത്, സ്, സ് ഓർ ഇസ്, ഈ മൂന്ന് സൗണ്ടിലും ഇത് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ പ്രെസീഡിങ് സൗണ്ട് ഈസ് വോയിസ്ഡ് ഓർ വോയിസ്ലെസ്. അതായത് പ്രെസീഡിങ്സ്, അതിൻ്റെ പ്രെസീഡ് ചെയ്യുന്ന, അതിൻ്റെ മുന്നിൽ വരുന്ന സൗണ്ട് എന്താണോ, വോയിസ്ഡ് ആണോ വോയിസ്ലെസ് ആണോ എന്നുള്ള അടിസ്ഥാനത്തിൽ ഇറ്റ് ക്യാൻ ബി എയ്തർ പ്രൊനൗൺസ്ഡ് സ്, സ് ഓർ ഇസ്, ഈ മൂന്ന് രീതിയിലും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതിൻ്റെ പ്രൊസീഡ് ചെയ്യുന്ന സൗണ്ട് വോയിസ്ഡിലാണോ വോയിസ്ലെസ് ആണോ എന്നുള്ള അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ മുന്നിലുള്ള വേർഡാണ് അതിനെ ഫോളോ ചെയ്ത് വരുന്ന വേർഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ദിസ് ഈസ് കോൾഡ് പ്രോഗ്രസീവ് അസിമിലേഷൻ. അപ്പോൾ ഇത് പ്രോഗ്രസീവ് അസിമിലേഷൻ എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ മാപ്സ്. ഓക്കെ, ഇവിടെ സ് ആണ് വരുന്നത്. ദെൻ ഡോഗ്സ്, ഇവിടെ സ് ആണ് വരുന്നത്. ദെൻ കാച്ചസ്, ഇവിടെ ഇസ് എന്നാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ മുന്നിൽ വന്നിട്ടുള്ള പ്, ഗ് ആൻഡ് ച്, ഇതിൻ്റെ ഇൻഫ്ലുവൻസ് മൂലമാണ് എന്ത് ചെയ്യുന്നത്, സ്, സ് ആൻഡ് ഇസ് ആയിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഈ രീതിയിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് പ്രോഗ്രസീവ് അസിമിലേഷൻ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് റിഗ്രസീവ് അസിമിലേഷൻ. ഓക്കെ, അതായത് പ്രോഗ്രസീവ് അസിമിലേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റിഗ്രസീവ് അസിമിലേഷൻ. അതായത് ഇഫ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഫോണീം അഫക്റ്റ് ദ ഫോണീം പ്രിസീഡിങ് ഇറ്റ് ഈസ് കോൾഡ് റിഗ്രസീവ് അസിമിലേഷൻ. അതായത് ഒരു ഫോണീമിൻ്റെ ഫീച്ചർ അതിനെ മുന്നിൽ വരുന്ന, പ്രിസീഡ് ചെയ്യുന്ന
ഫൊണീമിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റിഗ്രസീവ് അസിമിലേഷൻ. അതായത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഫൊണീമിൻ്റെ ശേഷം വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, സോ എക്സാമ്പിൾ, the sound n becomes ng under the influence of the voiceless velar plosive k. ഓക്കെ, ഇവിടെ k എന്നുള്ള സൗണ്ട് ഫോളോ ചെയ്ത് വരുന്നു. അപ്പോൾ അതിൻ്റെ നേരെ മുന്നേ പ്രൊസീഡ് ചെയ്യുന്ന സൗണ്ട് എന്താണ്, അതിൽ സൗണ്ട് ക്വാളിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, n എന്നുള്ളത് ng ആയിട്ട് മാറുന്നു വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് k. അതിനെ ഫോളോ ചെയ്തു വരുന്നത് കൊണ്ട് അതിൻ്റെ മുന്നിലുള്ള സൗണ്ട് എന്താണ്, ഈ ഒരു രീതിയിൽ മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ടാങ്ക് എന്നുള്ള n എന്നുള്ളത് എന്താണ്, ng ക്വാളിറ്റിയാണ് അവിടെ വരുന്നത്. ഓക്കെ, വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ സൗണ്ട് k ദാറ്റ് ഈസ് ഫോളോഡ്. ഓക്കെ, ദെൻ തിങ്ക്. ഓക്കെ, ഇവിടെയും k വരുന്നത് കൊണ്ട് ng ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ ബാങ്ക് യെസ് ng വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് k. ഓക്കെ, സോ അപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്ന വരുന്ന സൗണ്ടാണ് അതിൻ്റെ മുന്നത്തെ സൗണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റിഗ്രസീവ് അസിമിലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ന്യൂസ് പേപ്പർ, അതൊക്കെ ഈ ഒരു എക്സാമ്പിളാണ് വരുന്നത്. ഓക്കെ, ന്യൂസ് പേപ്പർ. ഓക്കെ, അവിടെ p വരുന്നത് കൊണ്ട് എന്താണ്, z ഈസ് ചേഞ്ച്ഡ് ഇൻ ടു s. ഓക്കെ, ന്യൂസ് പേപ്പർ. ഓക്കെ, ന്യൂസ് എന്നുള്ളത് ന്യൂസ് പേപ്പർ. അപ്പോൾ അവിടെ z ഈസ് ചേഞ്ച്ഡ് ഇൻ ടു വോയിസ്ലെസ് s ആയിട്ട് മാറുന്നത് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് വോയിസ്ലെസ് പ്ലോസീവ് p. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് റിഗ്രസീവ് അസിമിലേഷൻ. ഓക്കെ, ഇതാണ് അസിമിലേഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് അസിമിലേഷൻ, അതായത് ഇൻഫ്ലുവൻസ് ഓഫ് എ നൈബറിംഗ് സൗണ്ട് ഓൺ ദി സൗണ്ട്, ഇറ്റ് ഈസ് കോൾഡ് അസിമിലേഷൻ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ചേഞ്ചസ് ഇൻ ദി പ്ലൂറൽ സഫിക്സസ്. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രോഗ്രസീവ് അസിമിലേഷൻ്റെ എക്സാമ്പിളിൽ വരുന്നതാണ് ഇത്. ഓക്കെ, അതായത് പ്ലൂറൽ സഫിക്സസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അടുത്ത സൗണ്ട് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊനൗൺസിയേഷൻ ഓഫ് നോൺ പ്ലൂറൽ ആൻഡ് വേർബ് സിംഗുലർ സഫിക്സ് സ് ഓർ ഇഎസ്. ഓക്കെ, ഇവിടെ നോൺ പ്ലൂറൽ ആൻഡ് വേർബ് സിംഗുലർ സഫിക്സ് സ്, അതായത് എസ് ഓർ ഇ എസ്സിൽ നമ്മൾ എഴുതുന്നത് ഇറ്റ് ക്യാൻ ബി എയ്തർ നോൺ പ്ലൂറൽ ആവാം. അതായത് ഒരു നൗണിനെ പ്ലൂറൽ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ബോയ്, ബോയ്സ്, ഷൂസ്, അതൊക്കെ എന്താ നോൺ പ്ലൂറലാണ്. അതുപോലെ വേർബ് സിംഗുലർ, അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ പറഞ്ഞു ഹി, ഷീ, ഇറ്റ് വരുന്ന സമയത്ത് വേർബിൻ്റെ കൂടെ എന്താണ് എസ് ഫോം വരും, ആ സിംഗുലർ ഫോമിലാണ് പറയുന്നത്. ഓക്കെ, വേർബ് സിംഗുലർ സഫിക്സ് എസ് ഇ എസ്, അതും എസ്സും ഇ എസ്സും ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് വേർബ് ഹി പ്ലേസ്, പ്ലേ എന്നുള്ളത് പ്ലേസ് സ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റാണ്. അപ്പോൾ സഫിക്സ് മീൻസ് സംതിങ് ദാറ്റ് ഈസ് ആഡഡ് ആഫ്റ്റർ ദ വേർഡ്. വേർഡിൻ്റെ അപ്പുറത്ത് ആഡ് ചെയ്യുന്നത് സഫിക്സും വേർഡിൻ്റെ മുന്നിൽ ആഡ് ചെയ്യുന്നത് പ്രിഫിക്സും ആണ്. ഓക്കെ, സോ എസ് അല്ലെങ്കിൽ എസ് അത് വേർഡിൻ്റെ ശേഷമാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് സഫിക്സ്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ ഓഫ് നോൺ പ്ലൂറൽ ആൻഡ് വേർബ് സിംഗുലർ സഫിക്സ് എസ് ഓർ ഇ എസ്. അപ്പോൾ എസ്സും ഇ എസും ഈ പല രീതിയിലും പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റൂൾസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ദ നോൺ പ്ലൂറൽ ഓർ വേർബ് സിംഗുലർ സഫിക്സ് എസ് ഓർ ഇ എസ് ടേക്സ് 3 ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ. ഇതിന് എന്താണ് എസ് ഇ എസ് വരുന്ന ആ കോണ്ടെക്സ്റ്റിൽ 3 ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ, വെറും സ് മാത്രമല്ല അത് വരുന്നത്, 3 കോണ്ടെക്സ്റ്റ് വരുന്നുണ്ട്. സ്, സ് ആൻഡ് ഇസ്, ഈ 3 കോണ്ടെക്സ്റ്റിലും അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ റൂൾസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ദ സഫിക്സ് ഈസ് പ്രൊനൗൺസ്ഡ് സ് ഇഫ് the preceding sound is voiceless except s, sh or ch. ഓക്കെ, ഇതാണ് അതിൻ്റെ റൂൾ. അതായത് സഫിക്സ് ഈസ് പ്രൊനൗൺസ്ഡ്, അപ്പോൾ ഈ പ്ലൂറൽ അല്ലെങ്കിൽ സിംഗുലർ സഫിക്സ് എസ് എന്നുള്ളത് ഇറ്റ് ക്യാൻ പ്രൊനൗൺസ് സ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം എപ്പോഴാണെന്ന് വെച്ചാൽ ഇഫ് ദ പ്രെസീഡിങ് സൗണ്ട് ഈസ് വോയിസ്ലെസ്, അതിനെ പ്രെസീഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രസീവ് അസിമിലേഷൻ ആണ്. ഓക്കെ, പ്രെസീഡിങ് സൗണ്ട് ഈസ് വോയിസ്ലെസ് എക്സെപ്റ്റ് സ്, ഷ് ആൻഡ് ച്ച്. ഈ സ്, ച്ച് അല്ലെങ്കിൽ ഷ് അല്ലാത്ത വോയിസ്ലെസ് സൗണ്ടാണ് ഈ ഒരു സ്. ഓക്കെ, ഈ പ്ലൂറൽ അല്ലെങ്കിൽ സിംഗുലർ സഫിക്സസിനെ പ്രൊസീഡ് ചെയ്ത് വരുന്നത് എങ്കിൽ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് സ്. ഓക്കെ, ആ ഒരു സ് സൗണ്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും, ക്യാപ്സ്. ഓക്കെ, ഇവിടെ സ് ആണ് വരുന്നത്, അതുപോലെ ഒക്കെ സ് ആണ്. ഓക്കെ, ടിപ്സ് ആൻഡ് തിങ്സ്. ഓക്കെ, ഇവിടെ എന്താണ് വരുന്നത്, അതിൻ്റെ ജസ്റ്റ് പ്രൊസീഡ് ചെയ്യുന്നത് എന്താണ്, പ്. പ് ഇസ് എ വോയിസ്ലെസ് സൗണ്ട്. അതുപോലെ ഇവിടെയും പ് തന്നെയാണ് അവിടെ. ഓക്കെ, ക ആണ് വരുന്നത്, ക ഇസ് എ വോയിസ്ലെസ് സൗണ്ട്. ഓക്കെ, അപ്പോൾ വോയിസ്ലെസ് സൗണ്ടും വോയിസ്ഡ് സൗണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വോയിസ്ലെസ് സൗണ്ട് എക്സെപ്റ്റ് ഈ 3 ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് സ്. ഓക്കെ, ദാറ്റ്സ് എ റൂൾ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ സഫിക്സ് ഈസ് പ്രൊനൗൺസ്ഡ്
z അതിൻ്റെ നെക്സ്റ്റ് ആർട്ടിക്കുലേഷൻ ആണ് z if the preceding sound is voiced except z, j and j. ഓക്കെ, നേരത്തെ പറഞ്ഞ സ്, ഷ് ആൻഡ് ഛ് ആയിരുന്നു, ഇവിടെ z, j ആൻഡ് j. അപ്പോൾ ഈ z, j ആൻഡ് j അല്ലാത്ത ബാക്കി വോയിസ്ഡ് സൗണ്ടാണ് ഇതിനെ പ്രസീഡ് ചെയ്ത് മുന്നിൽ വരുന്നത് എങ്കിൽ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് z. ഓക്കെ, ആസ് ഇൻ പ്ലേസ്. ഓക്കെ, ദെൻ റൺസ്, ഡോഗ്സ് ഒക്കെ z ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പ്രസീഡ് ചെയ്യുന്ന സൗണ്ട് എന്താണ്? വോയിസ്ഡ് ആയതുകൊണ്ട് ഇവിടെ പ്ലേ എ എന്നുള്ളത് വവലാണ്, ഡിഫ്തോങ് ആണ്. വി നോ ദാറ്റ് ഓൾ ദി വവൽസ് ആർ വോയിസ്ഡ്, എല്ലാ വവൽ സൗണ്ടും വോയിസ്ഡ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് അതിനെ പ്രൊസീഡ് ചെയ്ത് വന്നിട്ടുള്ളത് വോയിസ്ഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് z. ഓക്കെ, ദെൻ റൺ. ഓക്കെ, ഇവിടെ ന് എന്താണ്? ഇറ്റ്സ് എ വോയിസ്ഡ് സൗണ്ട്, സോ z വന്നു. ദെൻ അതുപോലെ g ഈസ് അനദർ വോയിസ്ഡ് സൗണ്ട് ആൻഡ് സോ ഇറ്റ് ഈസ് ഓൾസോ ആർട്ടിക്കുലേറ്റഡ് ആസ് z. ഇവിടെയും z എന്നാണ് വരുന്നത്. ഓക്കെ, സോ എക്സെപ്റ്റ് ദീസ് ത്രീ, ഈ മൂന്നും അല്ലാത്ത വോയിസ്ഡ് സൗണ്ട് വരുമ്പോൾ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് z. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ സഫിക്സ് പ്രൊനൗൺസ്ഡ് is. ഓക്കെ, ഇവിടെ is എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ദ സഫിക്സ് ഈസ് പ്രൊനൗൺസ്ഡ് is if the preceding sound is the exceptions. നേരത്തെ പറഞ്ഞ രണ്ടിലും വരുന്ന എക്സെപ്റ്റഡ് ആയിട്ടുള്ള സൗണ്ടുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇതിൽ വരുന്നത്. ഓക്കെ, സ്, ഷ്, ചി, അതായത് നേരത്തെ പറഞ്ഞതിലെ മൂന്നും ഇപ്പോൾ പറഞ്ഞതിലെ മൂന്നും കൂട്ടിയിട്ട് ഈ 6 സൗണ്ടാണ് ഈ ഒരു എസ് അല്ലെങ്കിൽ ഈ എസിനെ പ്രൊസീഡ് ചെയ്ത് വരുന്നതെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് ദി പ്രൊനൗൺസിയേഷൻ ഓഫ് ഇസ്. ഇവിടെ ഇസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ആ എക്സെപ്ഷൻസ് ആയിട്ടുള്ള ആ 6 സൗണ്ടാണ് ഇതിനെ പ്രൊസീഡ് ചെയ്ത് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ഇസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ crushes is, then roses, then catches. ഓക്കെ, ഇതൊക്കെ ഇസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് മുന്നിൽ വന്ന സൗണ്ട് നോക്കിയാൽ മതി. ഇവിടെ വന്നത് ഷ്. ഓക്കെ, ഷ് ആണ് ഇവിടെ വരുന്നത്, ദെൻ z ആണ് ഇവിടെ വരുന്നത്, ദെൻ ച്ച് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ രണ്ടിലും വരാത്ത എക്സെപ്ഷൻസ് ആയിട്ടുള്ള ആ 6 സൗണ്ടുകളാണ് പ്രൊസീഡ് ചെയ്ത് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ഇസ്. ഓക്കെ, അപ്പോൾ പ്ലൂറൽ സഫിക്സ് അല്ലെങ്കിൽ സിംഗുലർ സഫിക്സ് ഇഎസിന് എസ് അല്ലെങ്കിൽ എസ്. ഓക്കെ, അതിന് ഈ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സ്, z ആൻഡ് ഇസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂളാണ് അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ആർട്ടിക്കുലേറ്റഡ്. എക്സാമ്പിൾ ഓഫ് പ്രോഗ്രസീവ് അസിമിലേഷൻ ഈസ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദി പാസ്റ്റ് ടെൻസ് സഫിക്സ് ഡി ഓർ ഇ ഡി. അതായത് നേരത്തെ സിംഗുലർ അല്ലെങ്കിൽ എന്താണ് പ്ലൂറൽ എസ്, ഇ, എസ് ഒക്കെ പറഞ്ഞു. അതുപോലെ ഇവിടെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള സഫിക്സ് വരുന്നുണ്ട് ഡ് ഓർ ഇ ഡി. നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന ജംപ്ഡ്, റീച്ച്ഡ്, ആ രീതിയിൽ ഡ് ഓർ ഇ ഡി വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കാറുണ്ട്. അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ള റൂളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിനും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. അതായത് ട്, ഡ് ആൻഡ് ഇറ്റ്, ഈ 3 പ്രൊനൗൺസിയേഷനാണ് ഇതിന് വരുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഈസ് ദ സഫിക്സ് ഈസ് പ്രൊനൗൺസ്ഡ് ട്. ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ട് ഇഫ് ദ പ്രിസീഡിങ് സൗണ്ട് ഈസ് വോയിസ്ലെസ് എക്സെപ്റ്റ്. അതായത് ഇവിടെ വന്ന ആ സൗണ്ടിന് തന്നെ ആ എക്സെപ്റ്റ് ആ ട് അല്ലാത്ത ബാക്കി വോയിസ്ലെസ് സൗണ്ട് പ്രൊസീഡ് ചെയ്ത് വരുന്നതെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് ദി പ്രൊനൗൺസിയേഷൻ ഓഫ് ട്. ഇവിടെ പ്രൊനൗൺസിയേഷൻ ട് എന്നാണ് വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലുക്ഡ്. ഓക്കെ, ലുക്ഡ്, then pushed, then locked. ഓക്കെ, ട് എന്നാണ് ആ ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, പാസ്റ്റ് സഫിക്സിന് വരുന്നത്. ഫോർ എക്സാമ്പിൾ എന്താ ട്, അതിനെ പ്രൊസീഡ് ചെയ്ത് വരുന്നത് ക ആണ്. ക ഇസ് എ വോയിസ്ലെസ് സൗണ്ട്. അതുപോലെ ഷ് വോയിസ്ലെസ് സൗണ്ടാണ്, ക അനദർ വോയിസ്ലെസ് സൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ വോയിസ്ലെസ് സൗണ്ടാണ് പ്രൊസീഡ് ചെയ്ത് വരുന്നത് എക്സെപ്റ്റ് ട്. ഈ ട് അല്ലാത്ത എല്ലാ വോയിസ്ലെസ് സൗണ്ടും പ്രൊസീഡ് ചെയ്ത് വരുന്നതെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് ദി പ്രൊനൗൺസിയേഷൻ ഓഫ് ട്. Okay, then the suffix is pronounced d if the preceding sound is voiced except d. ഇവിടെ d ആർട്ടിക്കുലേഷൻ ആണ് വരുന്നത്, d സൗണ്ട് ആണ്. അപ്പോൾ പ്രൊസീഡ് ചെയ്യുന്ന സൗണ്ട് എന്താണ്? ഇറ്റ് ഈസ് വോയിസ്ഡ് എക്സെപ്റ്റ് d അല്ലാത്ത വോയിസ്ഡ് സൗണ്ട് ആണ് പ്രൊസീഡ് ചെയ്ത് വരുന്നതെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് ദി പ്രൊനൗൺസിയേഷൻ ഓഫ് d. ഫോർ എക്സാമ്പിൾ ക്ലൈംഡ്, ഡൈഡ്, ബൊറൗഡ്. ഓക്കെ, ഇവിടെയൊക്കെ എന്താണ് ഡിൻ്റെ മുന്നിൽ വരുന്ന മ് ഇസ് എ
വോയിസ്ഡ് സൗണ്ട് ഒക്കെ nasal സൗണ്ട് വോയിസ്ഡ് ആണ്. ദെൻ ഡൈഡിൻ്റെ ഐ വരുന്നത് എന്താണ്? ഇറ്റ്സ് എ ഡിഫ്തോങ്. ഓൾ വവൽസ് ആർ വോയിസ്ഡ്. ഓക്കെ, അപ്പോൾ ഡൈഡ്. ദെൻ ബൊറോഡ്, ഇവിടെയും വവൽ സൗണ്ട് ആണ്, ഡിഫ്തോങ് ആണ് വരുന്നത്, അതും വോയിസ്ഡ് ആണ്. ആൻഡ് എക്സെപ്റ്റ് ഡ്. ഓക്കെ, ഈ ഡ് അല്ലാത്ത വോയിസ്ഡ് സൗണ്ട് വരികയാണെങ്കിൽ അതിന് ഡ് സൗണ്ട് ആണ് എന്ത് ചെയ്യുക വരുന്നത്. ക്ലൈംഡ്, ഡൈറ്റ്, ബൊറോഡ്. ഓക്കെ, ദെൻ ദ സഫിക്സ് ഈസ് പ്രൊനൗൺസ്ഡ് ഇഡ്. ഇനി അതിന് ഇഡ് എന്ന് പ്രൊനൗൺസിയേഷൻ കിട്ടുന്നത് ഇഫ് ദ പ്രൊസീഡിങ് സൗണ്ട് ഈസ് എയ്തർ ടു ഓർ ഡ്. നേരത്തെ പറഞ്ഞ എക്സെപ്ഷൻസ് ഉള്ള, അതായത് ഫസ്റ്റിലെ എക്സെപ്ഷൻ ടു, ഈ ഇതിലെ എക്സെപ്ഷൻ ആയിട്ടുള്ള ഡ്. ഓക്കെ, അപ്പോൾ വോയിസ്ലെസ്സിലെ എക്സെപ്ഷൻ ടു, വോയിസ്ഡിലെ എക്സെപ്ഷൻ ഡ്, ഇത് രണ്ടുമാണ് പ്രൊസീഡിങ് ആയിട്ട് വരുന്നതെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് ദി പ്രൊനൗൺസിയേഷൻ ഓഫ് ഇറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, mended. ഓക്കെ, mended, ഇറ്റ് ആണ് വരുന്നത്. സെലക്റ്റഡ് ആൻഡ് കൗണ്ടഡ്, ഇവിടെയൊക്കെ ഇറ്റ് ആണ് വരുന്നത് ബിക്കോസ് ദ പ്രൊസീഡിങ് സൗണ്ട് ഈസ് ഡ്. ഓക്കെ, ഇവിടെ ഡ് ആണ് വരുന്നത്, അതുപോലെ ഇവിടെ ട് ആണ് വരുന്നത്, അതുപോലെ ഇവിടെയും ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എയ്തർ ഡ് ഓർ ട്. ഓക്കെ, ഡു ഓർ ടു ആണ് പ്രൊസീഡ് ചെയ്ത് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ഇറ്റ്. ഇവിടെ ഇഡ് എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ റൂൾ റിഗാർഡിങ് ദി പാസ്റ്റ് ടെൻസ് സഫിക്സ് ഡ്. ഓക്കെ, ഡ് അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ഇ ഡി ആണ് നമ്മൾ എഴുതുന്നത്, പക്ഷേ പ്രൊനൗൺസിയേഷൻ വരുന്നത് ട്, ഡ് ഓർ ഇറ്റ്. ഇറ്റ് ഹാസ് ഗോട്ട് 3 ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പ്ലൂറൽ സഫിക്സും ഇതുപോലെ തന്നെ ഇവിടെ പാസ്റ്റ് ടെൻസ് സഫിക്സും അതൊക്കെ എന്താണ്? ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് പ്രോഗ്രസീവ് അസിമിലേഷൻ. കാരണം അതിനെ പ്രൊസീഡ് ചെയ്ത് വരുന്ന വേർഡാണ് അല്ലെങ്കിൽ സൗണ്ടാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി എക്സാമ്പിൾസ് ഓഫ് പ്രോഗ്രസീവ് അസിമിലേഷൻ. സോ these are the examples of assimilation. So we discussed juncture and assimilation. These are some of the important features of sound system of language, and I hope all of you followed me, and thank you very much for watching.